റമദാൻ വിരുന്നിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ജമാലുദ്ദീൻ അബൂബക്കർ, മെട്രോ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, നമുക്ക് നോമ്പ് സമയത്ത് നോമ്പിനെ പറ്റിയിട്ടുള്ള അങ്ങനെ കാര്യമായിട്ടുള്ള പഠനങ്ങളൊന്നും റമദാൻ ഫാസ്റ്റിങ്ങിനെ പറ്റിയിട്ട് നടത്തിയിട്ടില്ല. കാരണം അതെന്താണെന്ന് വെച്ചാൽ പല സ്ഥലത്തും പല രീതിയിലാണ് നോമ്പ് ഉണ്ടാകുന്നത്. അതായത് ചില സമയത്ത് ചില രാജ്യങ്ങളിൽ 14 മണിക്കൂറും 15 മണിക്കൂറും ആയിരിക്കും, ചില സമയത്ത് അതിലും കുറവായിരിക്കും. അത് രാജ്യങ്ങളുടെ ഇതനുസരിച്ചിട്ട്, അവിടുത്തെ സൂര്യാസ്തമയത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ടാണ്. അതേപോലെ തന്നെ മനുഷ്യരും വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരും, ഒരു റേസിലെ ഇന്ത്യക്കാരായിരിക്കില്ല, വേറെ അറബികളും മറ്റു രാജ്യക്കാരും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ പഠനങ്ങൾ അതിൽ കാര്യമായിട്ട് നടന്നിട്ടില്ല. പക്ഷേ പഠനം നടന്നിട്ടുള്ളത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ള ഇതിലാണ്. അത് വളരെ ആളുകൾ പലരും അത് ചെയ്യുന്നുണ്ട്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഒരു നിശ്ചിത സമയം നമ്മൾ കാലറി റെസ്ട്രിക്റ്റീവോ അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാതെയോ ഉള്ള ഒരു ഫാസ്റ്റിങ്ങിനാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ പലതും നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് തെളിയിക്കപ്പെട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമുക്ക് ഇന്നത്തെ കാലികമായിട്ടും നമുക്ക് പറയാവുന്ന ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. ബ്രെയിനിലുള്ള മാറ്റം എന്ന് പറയുന്നത്, ഇതിനെ പറ്റിയിട്ട് ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് മാർക്ക് മാറ്റ്സ് എന്നുള്ള ഒരു സയൻറ്റിസ്റ്റ് ഇതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളുണ്ട്, പഠന റിപ്പോർട്ടുകളുണ്ട്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഫാസ്റ്റിംഗ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് സ്ട്രെസ്സാണ് നമ്മൾ ബ്രെയിനിന് കൊടുക്കുന്നത്. നമ്മൾ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിലിന് കൊടുക്കുന്ന സ്ട്രെസ്സാണ്. അതാണ് മസിൽ വലുതാവുന്നത് വർക്കൗട്ട് ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ ബ്രെയിനിന് കൊടുക്കുന്ന സ്ട്രെസ്സ്, നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ബ്രെയിനിൽ ഗ്ലൂക്കോസ് കിട്ടാതെ വരുമ്പോൾ പിന്നെ അടുത്ത സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഫാറ്റാണ്. ഫാറ്റ് ബേൺ ചെയ്യുമ്പോൾ അതിനകത്ത് കീറ്റോൺസ് ഉണ്ടാവും. കീറ്റോൺസ് എന്നുള്ളത് ഒരു നമ്മുടെ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന പോലെ തന്നെ മറ്റൊരു എനർജി നൽകുന്നൊരു വസ്തുവാണ്. അത് ബ്രെയിൻ ഉപയോഗിക്കുമ്പോൾ ബ്രെയിനിൽ പല മാറ്റങ്ങളും വരും, വളരെ നമുക്ക് പോസിറ്റീവായുള്ള പല മാറ്റങ്ങളും വരും. അതിലൊന്നാണ്. പിന്നെ മാത്രമല്ല, ഇതുണ്ടാകുമ്പോൾ BDNF എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോപ്പിക് ഫാക്ടർ എന്നാണ് അതിന് പറയുന്നത്. ഇതുണ്ടാവും. പിന്നെ നമുക്ക് ഫീൽ ഗുഡ് ഫാക്ടറായിട്ടുള്ള ഡോപ്പാമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോസിൻ, അങ്ങനെയുള്ള പല വസ്തുക്കളും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ടാവും. ഈ നേരത്തെ പറഞ്ഞ ഈ ഫീൽ ഗുഡ് ഹോർമോൺസ് അല്ലെങ്കിൽ കെമിക്കൽസ് എന്ന് പറഞ്ഞുള്ള ആ സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഒരു സ്ട്രെസ്സ് നമുക്ക് കുറക്കാൻ പറ്റും. BDNF എന്ന് പറയുന്നത് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അതിലുണ്ടാകുന്നത് ഓട്ടോഫേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്കാവഞ്ചറാണ്. നമ്മുടെ ആ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡെഡായിട്ടുള്ള സെല്ലുകൾ, അതേപോലെ തന്നെ ഡിസീസ്ഡ് ആയിട്ടുള്ള സെല്ലുകൾ, അങ്ങനെയുള്ള സെല്ലുകളൊക്കെ കളയുക എന്നുള്ളതും. പിന്നെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, BDNF ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയാണ്. അത് പുതിയ ന്യൂറോൺസ് ഉണ്ടാകുന്നു. നേരത്തെ നമ്മൾ വിചാരിച്ചിരുന്നത്, ശാസ്ത്രജ്ഞന്മാർ വിചാരിച്ചിരുന്നത് ന്യൂറോൺസ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ അത് പറയുന്നത് നമുക്ക് ന്യൂറോൺ ഉണ്ടാകാൻ സാധ്യത. ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ബ്രെയിനിലെ സെല്ലുകളെയാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. അത് നെർവസ് സിസ്റ്റത്തിലെ സെല്ലുകളെയാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂറോൺസ് പുതിയതുണ്ടാവും. മാത്രമല്ല ഈ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കും, പഴയതിനെ റിപ്പയർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ബ്രെയിൻ മൊത്തത്തിൽ റീജനറേറ്റ് ചെയ്യുകയാണ്, എനർജൈസ് ചെയ്യുകയും റീജനറേറ്റ് ചെയ്യുകയും ചെയ്യണം. ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമുക്കുണ്ടാകുന്ന ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റേ ഓർമ്മക്കുറവുകൾ, അതേപോലെ തന്നെ അൽഷിമേഴ്സ് ഡിസീസ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ചില ആളുകൾക്ക് ഓർമ്മ നശിക്കുന്ന രോഗമുണ്ട്. ഇതൊക്കെ ഒരു പരിധി വരെ ഈ ഫാസ്റ്റിംഗ്, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങോ അല്ലെങ്കിൽ റമദാൻ ഫാസ്റ്റിങ്ങോ നമുക്ക് തടയാൻ കഴിയുമെന്നുള്ളതാണ്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫലമാണ്. അപ്പോൾ റമദാൻ ഫാസ്റ്റിങ്ങോ അതല്ല, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ 2 ദിവസം സുന്നത്ത് നോമ്പുകളുണ്ട്. അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അതാണ് നല്ലതെന്ന് വെച്ചാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇതൊക്കെ ഇതിന് വളരെ ഗുണം ചെയ്യും. അതുകൊണ്ട് നമുക്ക് അൽഷിമേഴ്സ് ഡിസീസും ഇന്നുണ്ടാകുന്ന മറ്റു കൂടുതലുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രായം ഉണ്ടാകുന്ന ഓർമ്മക്കുറവുകളും നമുക്ക് ഒരു പരിധിവരെ തടയിടാൻ സാധിക്കുമെന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. റമദാൻ വിരുന്നിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.